വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാം നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് എക്സാമിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ MCQs, അതായത് പ്രീവിയസ് ഇയർ PSC നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നെടുത്തിട്ടുള്ള MCQ സെക്ഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. Question number 1. The table below show the combinations of signal conditioning circuits of the different types of transducers. Out of these, the correct combination are. Different types of transducers ആണ് നമുക്ക് ഒരു ബോക്സിൽ തന്നിട്ടുള്ളത് അല്ലേ. അതുപോലെ അതിൻ്റെ സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ടിൽ വരുന്നത് എന്തൊക്കെയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് കാണാറുണ്ട് അല്ലേ ഓരോ എക്സാംസിനും. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്താണ്, പീസോ ഇലക്ട്രിക്കിൻ്റെ സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ടായിട്ട് എന്താണ്, ചാർജ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ ചാർജ് ആംപ്ലിഫയർ പീസോ ഇലക്ട്രിക്കലി ഇല്ലേ ഒരു സിഗ്നൽ കണ്ടീഷൻ സർക്യൂട്ടിൽ ഉണ്ട്. അപ്പോൾ അതെന്താണ്, ഒരു കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ സ്ട്രെയിൻ ഗേജ് ആകുമ്പോഴോ ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടർ ആണോ, അല്ലാതെ റോങ് ആണ് കേട്ടോ. അതുപോലെ ആറിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, തെർമോകപ്പിൾ അല്ലേ. തെർമോകപ്പിൾ എന്താണ്, കോൾഡ് ജംഗ്ഷൻ കോമ്പൻസേഷൻ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. LVDTനകത്ത് എന്താണ്, AC ബ്രിഡ്ജ് ഉണ്ടോ, ഇല്ല. അപ്പോൾ ഇതിൽ കറക്റ്റ് കോമ്പിനേഷൻസ് ഏതാണ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ P, R and S, ഓപ്ഷൻ B R only, ഓപ്ഷൻ C P and R, ഓപ്ഷൻ D all are correct. അപ്പോൾ ഏതാണ് ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ വരുന്നത്, അതായത് പിയും ആറും ആണ്. അതായത് പീസോ ഇലക്ട്രിക് പറയുമ്പോൾ അതിൽ വരുന്ന സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ടിൽ ഏതാണ്, ചാർജ് ആംപ്ലിഫയറും. തെർമോകപ്പിളിൽ വരുന്നത് എന്താണ്, കോൾഡ് ജംഗ്ഷൻ കോമ്പൻസേഷനും ആണ്. P and R ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത്. ഓപ്ഷൻ C ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. Question number 2. A resistance wire strain gauge with a gauge factor of 2 is bounded to a steel structural member subjected to a stress of 100 Mn per meter square. The modulus of elasticity of steel is 200 Gn per meter square. The percentage change in the value of gauge resistance due to the applied stress will be 0.15%. ഓപ്ഷൻ എ എന്താ പറഞ്ഞിട്ടുള്ളത്, 0.1%, ഓപ്ഷൻ ബി 0.005%, ഓപ്ഷൻ സി 0.20%. അപ്പോൾ ഒരു ഗേജ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ഗേജ് ഫാക്ടർ എന്നുള്ളത് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഗേജ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, റേഷ്യോ ഓഫ് പെർ യൂണിറ്റ് ചാർജ് ഇൻ റെസിസ്റ്റൻസ് ടു പെർ യൂണിറ്റ് ചാർജ് ഇൻ ലെങ്ത് ആണ്. എന്താണ് പറയുന്നത്, നമ്മുടെ ഗേജ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, റേഷ്യോ ഓഫ് പെർ യൂണിറ്റ് ചാർജ് ഇൻ റെസിസ്റ്റൻസ്, അതായത് ഡെൽ ആർ ബൈ ഡെൽ ബൈ എന്താണ് പെർ യൂണിറ്റ് ചാർജ് ഇൻ ലെങ്ത് ആണ് നമ്മുടെ ഈ ഗേജ് ഫാക്ടർ എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഡെൽ ആർ ഗേജ് ഫാക്ടർ, ഡെൽ ആർ ബൈ ആർ ഈക്വൽ ടു എന്താണ് ഗേജ് ഫാക്ടർ ഡെൽ എൽ ബൈ എൽ ആണ്. അപ്പോൾ എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്, സ്ട്രെയിൻ, അതാണ് ഡെൽ എൽ ബൈ എൽ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്, നമ്മുടെ ഗേജ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 2 എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടില്ലേ. സ്ട്രെയിൻ ഗേജ് വിത്ത് എ ഗേജ് ഫാക്ടർ ഈസ് 2 തന്നിട്ടുണ്ട്. സ്ട്രെസ് വന്നിട്ട് എത്രയാണ്, 100 Mn per meter square തന്നിട്ടുണ്ട്. മോഡുലസ് എലാസ്റ്റിസിറ്റി എത്രയാണ്, 200 തന്നിട്ടുണ്ട്. അപ്പോൾ മോഡുലസ് എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ എപ്സിലോൺ വാല്യൂ, അതായത് സ്ട്രെയിൻ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ എന്താണ്, S/E ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ക്വസ്റ്റ്യനിലുണ്ട്. സ്ട്രെസ് ഉണ്ട്, S എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആണ്. E എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മോഡുലസ് എലാസ്റ്റിസിറ്റി, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 100 × 10⁻⁶/200 × 10⁹ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ സ്ട്രെയിൻ കിട്ടും. ഇവിടെ എന്താ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെയിൻ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. എന്താണ് സ്ട്രെയിൻ വാല്യൂ ആണ് നമുക്ക് ഇതിൽ കിട്ടിയത്. അതാണ് നമ്മുടെ സ്ട്രെയിൻ വാല്യൂ. ഏതാണ്, 5 × 10⁻⁴ ആണ് നമ്മുടെ സ്ട്രെയിൻ വാല്യൂ ആയിട്ട് വരുന്നത്. എന്നാൽ ഗേജ് ഫാക്ടർ എന്ന് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്, ഡെൽ ആർ ബൈ ആർ ബൈ ഡെൽ ഐ ബൈ ഐ. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്, അതായത് ഡെൽ എൽ ബൈ എൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സ്ട്രെയിൻ ആണ്. ഈ ഒരു ഡെൽ എൽ ബൈ എൽ താഴെ തന്നിട്ടുള്ള ഈ ഡെൽ എൽ ബൈ എൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സ്ട്രെയിൻ എപ്സിലോൺ അല്ലേ, സ്ട്രെയിനെയാണ് നമ്മളത് പറയുന്നത്. സോ ഡെൽ ആർ ബൈ ആർ ബൈ എപ്സിലോൺ എന്ന് ചെയ്ത ആ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാം, ആൻസർ കിട്ടാം. അതായത് GFE, അതായത് ഗേജ് ഫാക്ടറും എന്താണ് സ്ട്രെയിനും കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡെൽ ആർ ബൈ ആർ കിട്ടും. അതായത് 2 × 5 × 10⁻⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ കിട്ടി. സോ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ട. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, 10⁻³ × 100 ചെയ്താൽ 0.1% നമുക്ക് ആൻസർ കിട്ടും. 0.1%. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ. കാരണം ഇത്രയും വലിയൊരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് ഇതിൻ്റെ പെർസെൻറ്റേജിലേക്ക് ആൻസറൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ടൈം കൺസ്യൂമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലേ. അപ്പോൾ എന്താണ്
എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, കുറച്ച് ലാസ്റ്റ് മിനിറ്റിലേക്കാക്കി വെക്കുന്നതായിരിക്കും കുറച്ച് നമുക്ക് കംഫർട്ടബിൾ മാർക്ക് സ്കോർ ചെയ്യാൻ. ഓക്കെ. Question number 3. A suitable value of a fixed resistance is usually connected across a thermistor is to. താഴെ തന്നിട്ടുള്ള എന്താണ് ഒരു ഫിക്സഡ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഒരു suitable value of a fixed resistance is usually connected across a thermistor. തെർമിസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. ഓപ്ഷൻ എ ഇൻക്രീസ് ദ സെൻസിറ്റിവിറ്റി, ഓപ്ഷൻ ബി ഇംപ്രൂവ് ദ ലീനിയാരിറ്റി, ഓപ്ഷൻ സി ഡിക്രീസ് ഇറ്റ്സ് റെസിസ്റ്റൻസ്, ഓപ്ഷൻ ഡി കോമ്പൻസേറ്റ് ഇറ്റ്സ് സെൽഫ് ഹീറ്റിംഗ് എഫക്റ്റ്. അപ്പോൾ അതെന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്യൂട്ടബിൾ വാല്യൂ ഓഫ് എ ഫിക്സഡ് റെസിസ്റ്റൻസ് ഈസ് യൂഷ്വലി കണക്റ്റഡ് അക്രോസ് എ തെർമിസ്റ്റർ ഈസ് ടു എന്തിനാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് കോമ്പൻസേറ്റ് ഇറ്റ്സ് സെൽഫ് ഹീറ്റിംഗ് എഫക്റ്റ്, സെൽഫ് ഹീറ്റിംഗ് എഫക്റ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണ് സെൽഫ് കോമ്പൻസേറ്റിംഗ് ഇറ്റ്സ് സെൽഫ് ഹീറ്റിംഗ് എഫക്റ്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. Question number 4. Hall sensor is used to measure. എന്തിനാണ് നമ്മൾ ഹാൾ സെൻസർ യൂസ് ചെയ്യുന്നത്? നമുക്കറിയാമല്ലേ സെൻസേഴ്സ് പഠിക്കുമ്പോഴൊക്കെ. അപ്പോൾ എന്തിനാണ് ഹാൾ സെൻസർ എന്ത് മെഷർ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ പൊസിഷൻ ഓഫ് ഷാഫ്റ്റ്, ഓപ്ഷൻ ബി ആംഗുലർ വെലോസിറ്റി, ഓപ്ഷൻ സി സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ എന്തിനൊക്കെയാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ ഹാൾ സെൻസറിൻ്റെ ഹാൾ എഫക്റ്റ് സെൻസറിൻ്റെ അപ്ലിക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സ്പീഡ് ഡിഡക്ഷന് വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ പ്രോക്സിമിറ്റി സെൻസിങ്, സ്മാർട്ട് ഫോൺസിൽ പ്രോക്സിമിറ്റി സെൻസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ കറണ്ട് സെൻസിങ് അപ്ലിക്കേഷൻസിൽ നമുക്കിത് യൂസ് ചെയ്യാം. ദെൻ അടുത്തത് എന്താ പൊസിഷൻ സെൻസേഴ്സ്, അതായത് ടു മെഷർ ദ ഫ്യൂവൽ ലെവൽ ഇൻ ഫ്യൂവൽ ടാങ്ക് ഇൻ ഓട്ടോമൊബൈൽസിലെ ഫ്യൂവൽ ടാങ്കിൻ്റെ ഫ്യൂവൽ ലെവൽ, അതായത് അതിൻ്റെ പൊസിഷൻ എവിടെയാണ് അതിന് വേണ്ടിയിട്ട് പൊസിഷൻ സെൻസറായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഈ ഹാൾ സെൻസേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ സ്പേസ് ക്രാഫ്റ്റിൽ ഇത് യൂസ് ചെയ്യാം. കൂടാതെ എന്താണ് യൂസ്ഡ് മാഗ്നറ്റോമീറ്റേഴ്സ് ടു മെഷർ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് കോമ്പസ് യൂസ്ഡ് ഇൻ സ്മാർട്ട് ഫോൺ. അതൊക്കെ ഇതിലൊക്കെ എന്ത് നമുക്ക് ആപ്ലിക്കേഷനാണ് എന്തിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ ഹാൾ സെൻസേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ഇത്രയും കാര്യങ്ങൾ. അതായത് സ്പീഡ് ഡിഡക്ഷൻ, പ്രോക്സിമിറ്റി സെൻസിങ്, കറണ്ട് സെൻസിങ് ആപ്ലിക്കേഷൻ, അതുപോലെ പൊസിഷൻ സെൻസേഴ്സ്, പിന്നെ സ്പേസ് ക്രാഫ്റ്റ്, അതുപോലെ തന്നെ എന്താണ് മാഗ്നറ്റോമീറ്റേഴ്സ് ടു മെഷർ മാഗ്നറ്റിക് ഫീൽഡിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ എന്താണ് പൊസിഷൻ ഓഫ് ഷാഫ്റ്റ് മെഷർ ചെയ്യാം, അതുപോലെ ആംഗുലർ വെലോസിറ്റി മെഷർ ചെയ്യാം, അതുപോലെ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഓൾ ഓഫ് ദി എബോവ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഹാൾ സെൻസർ ഈസ് യൂസ്ഡ് ടു മെഷർ, ഇതിലൊക്കെ നമുക്ക് എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. Question number 5. The electrolyte of nickel cadmium rechargeable cell is a mixture of, നമുക്കറിയാം പ്രൈമറി സെൽസ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ സെക്കൻഡറി സെൽസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ റീചാർജബിൾ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഒരു സെക്കൻഡറി സെൽസ് ആണ്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന അതായത് നമ്മുടെ നിക്കൽ കാഡ്മിയം റീചാർജബിൾ സെൽസിൽ യൂസ് ചെയ്യുന്ന നമുക്കറിയാം ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, അതുപോലെ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിക്കൽ കാഡ്മിയം റീചാർജബിൾ സെൽസിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്തിൻ്റെയൊക്കെ മിക്സ്ചർ ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പൊട്ടാസ്യം ക്ലോറൈഡ് ആൻഡ് ഡി അയോണൈസ്ഡ് വാട്ടർ, ഓപ്ഷൻ ബി കാഡ്മിയം ക്ലോറൈഡ് ആൻഡ് ഡി അയോണൈസ്ഡ് വാട്ടർ, ഓപ്ഷൻ സി കാഡ്മിയം പെറോക്സൈഡ് ആൻഡ് ഡി അയോണൈസ്ഡ് വാട്ടർ, ഓപ്ഷൻ ബി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഡി അയോണൈസ്ഡ് വാട്ടർ. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഡി അയോണൈസ്ഡ് വാട്ടർ ആണ് എന്തിൻ്റെ നമ്മുടെ നിക്കൽ കാഡ്മിയത്തിൻ്റെ അല്ലേ. നിക്കൽ കാഡ്മിയത്തിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിൻ്റെ മിക്സ്ചർ എന്ന് ചോദിച്ചാൽ ഏതാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഡി അയോണൈസ്ഡ് വാട്ടർ ആണ്. അപ്പോൾ നിക്കൽ കാഡ്മിയം ബാറ്ററി അല്ലേ അതെന്താണ് ഒരു റീചാർജബിൾ ബാറ്ററിയാണ്. അത് ആദ്യം ഓർത്ത് വയ്ക്കുക. അതായത് സെക്കൻഡറി ബാറ്ററിയാണ് നമ്മുടെ ഈ നിക്കൽ കാഡ്മിയം ബാറ്ററിയാണ് പറയുന്നത്. ഇത് പോർട്ടബിൾ എവിടേക്കാണ്? പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യും, ഡ്രിൽസിൽ, അതുപോലെ ക്യാംകോഡേഴ്സ് ആൻഡ് അതർ സ്മാൾ ബാറ്ററി ഓപ്പറേറ്റിംഗ് ഡിവൈസ് റിക്വയറിംഗ് ആൻഡ് ഈവൻ പവർ ഡിസ്ചാർജിലേക്കാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നിക്കൽ കാഡ്മിയം ബാറ്ററീസ് യൂസ് ഇലക്ട്രോലൈറ്റ് മെയ്ഡ് ഓഫ് നിക്കൽ ഓക്സൈഡ് ഹൈഡ്രോക്സൈഡ്. ഏതാണ് അതിൻ്റെ ഇലക്ട്രോലൈറ്റ്? നിക്കൽ ഓക്സൈഡ് ഹൈഡ്രോക്സൈഡും അതുപോലെ മെറ്റാലിക് കാഡ്മിയം ആൻഡ് ആൽക്കലൈൻ ഇലക്ട്രോലൈറ്റ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഡി അയോണൈസ്ഡ് വാട്ടർ. അതാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഏതാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഡി അയോണൈസ്ഡ് വാട്ടറിലാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. Question number 6.
In dash method, the convergence is not affected by the choice of slack bus. താഴെ തന്നിട്ടുള്ള ഏത് മെത്തേഡിലാണ് നോട്ട് അഫക്റ്റഡ് ബൈ ദ ചോയ്സ് ഓഫ് സ്ലാക്ക് ബസ് എന്നാണ്. ഓപ്ഷൻ എ ഗോസ് സീഡൽ, ഓപ്ഷൻ ബി ഫാസ്റ്റ് ഡീകപ്പിൾ, ഓപ്ഷൻ സി ന്യൂട്ടൺ റാപ്ഷൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ. അപ്പോൾ ഏതാണ് നമ്മുടെ ന്യൂട്ടൺ റാപ്ഷൻ മെത്തേഡാണ്. എന്താണ് എ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ ചോയ്സ് ഓഫ് സ്ലാക്ക് ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്ടൺ റാപ്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈസ് നോട്ട് സെൻസിറ്റിവിറ്റി ടു ദ ചോയ്സ് ഓഫ് സ്ലാക്ക് ബസ്. വളരെ ഇമ്പോർട്ടൻസ് ആണ്. എന്താണ് ഈസ് നോട്ട് സെൻസിറ്റിവിറ്റി ടു ചോയ്സ് ദ സ്ലാക്ക് ബസ് ആണ്. അതുകൂടാതെ എന്താണ് ഓവറോൾ ദർ ഈസ് എ സേവിങ് ഇൻ കമ്പ്യൂട്ടേഷൻ ടൈം സിൻസ് ഫ്യൂവർ നമ്പർ ഓഫ് ഐട്രേഷൻസ് ആർ റിക്വയർഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏത് മെത്തേഡാണ് കൺവേർജൻസ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ദ ചോയ്സ്, അതായത് വളരെ ഇമ്പോർട്ടൻറ്റ്, നോട്ട് എഫക്റ്റഡ് ബൈ ദ ചോയ്സ് ഓഫ് സ്ലാക്ക് ബസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ ന്യൂട്ടൺ റാപ്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യാത്തത്. ഓക്കെ, question number 7. The phase margin is the amount of angle to make the system. എങ്ങനെയാണ് phase margin എന്ന് പറയുമ്പോൾ is the amount of angle to make the system of option A oscillatory, option B unstable, option C stable, option D exponential. അപ്പോൾ നമുക്കറിയാം ഗെയിൻ മാർജിൻ, ഫേസ് മാർജിൻ ഒക്കെ നമ്മൾ എന്താണ് കൺട്രോൾ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്സിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഫേസ് മാർജിൻ എന്ന് പറയുന്നത്, അതായത് ഫേസ് മാർജിൻ is the amount of angle to make the system. എന്തിനാണ് അപ്പോൾ ഫേസ് മാർജിൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ ഫേസ് മാർജിൻ ഡിഫൈൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹൗ മച്ച് ദ ഫേസ് ഓഫ് എ സിസ്റ്റം ക്യാൻ ഇൻക്രീസ് ടു മേക്ക് ദ സിസ്റ്റം അൺസ്റ്റേബിൾ. അതിൽ തന്നെ വരുന്നുണ്ട് എത്ര. എന്താണ് ഫേസ് മാർജിൻ? ദ സിസ്റ്റം ഡിഫൈൻ എന്താണ് സിസ്റ്റം ഡിഫൈൻസ് അല്ലേ, സിസ്റ്റം ഡിഫൈൻസ് ബൈ ഹൗ മച്ച് ദ ഫേസ് ഓഫ് ദ സിസ്റ്റം ക്യാൻ ഇൻക്രീസ് ടു മേക്ക് സിസ്റ്റം അൺസ്റ്റേബിൾ. അതിൽ തന്നെ ആൻസർ വന്നു കഴിഞ്ഞു അല്ലേ, ഏതാണ് അൺസ്റ്റേബിൾ. അതായത് ഫേസ് മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താണ് എമൗണ്ട് ഓഫ് ആംഗിൾ ടു ദ മേക്ക് സിസ്റ്റം എങ്ങനെയാണ് എന്താണ് അൺസ്റ്റേബിൾ ആക്കാനാണ് അല്ലേ. അപ്പോൾ ഫേസ് മാർജിൻ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് 180 ഡിഗ്രി പ്ലസ് ആംഗിൾ ജി ഓഫ് ജെ ഒമേഗ എച്ച് ഓഫ് ജെ ഒമേഗ ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ജി സി ആവുമ്പോൾ എന്താണ് മൈനസ് 180 ഡിഗ്രി അല്ലേ. അതുകൊണ്ട് എന്താണ് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ഫ്രം ദ ഫേസ് അറ്റ് എ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി. അതാണ് നമ്മുടെ ഫേസ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്താണ് ഓസിലേറ്ററി ആണോ, അൺസ്റ്റേബിൾ ആണോ, സ്റ്റേബിൾ ആണോ, എക്സ്പൊണൻഷ്യൽ ആണോ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അതായത് അൺസ്റ്റേബിൾ ആണ്. അത് മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ്സ് എ അൺസ്റ്റേബിൾ. ഫേസ് മാർജിൻ ഇസ് എ എമൗണ്ട് ഓഫ് ആംഗിൾ ടു ദ മേക്ക് ദ സിസ്റ്റം അതെന്താണ് അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, question number 8. The open loop transfer function with unity feedback is given by g of s is equal to 1 by s into s plus 2. The poles of a closed loop systems are located at poles കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ എന്താണ് 1,1, ഓപ്ഷൻ ബി 1,0, ഓപ്ഷൻ സി -1, ഓപ്ഷൻ ഡി 0,-2. അപ്പോൾ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? ഒരു ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ യൂണിറ്റി ഫീഡ്ബാക്ക് ഈസ് given by. അപ്പോൾ നമുക്ക് എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി കൂടെ, അതായത് നമുക്കറിയാം എങ്ങനെയാണ് 1 പ്ലസ് എന്താണ് ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ് എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്താണ് 0 ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 ആണ്. അപ്പോൾ എന്താണ് 1 പ്ലസ് ജി ഓഫ് എക്സ് ബൈ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് 1 ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 അല്ലേ. എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഈക്വൽ ടു 0 ആണ് വരുന്നത്. സോ ഇതിന് നമുക്ക് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? എസ് ഇൻറ്റു എങ്ങനെ വരിക എസ് പ്ലസ് 2 പ്ലസ് 1 ഈക്വൽ ടു എന്താണ് വരുന്നത് ഇവിടെ 0 ആണ്. അപ്പോൾ അതിനെ വീണ്ടും ഇതായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? എന്ത് കിട്ടും മനസ്സിലാവുന്നുണ്ടോ? എസ് ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് 1 ഈക്വൽ ടു 0 ആണ്. അതെന്ത് ചെയ്യുക? ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 ഈക്വൽ ടു 0 കിട്ടും. എന്താണ് എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ആവുമ്പോൾ ഇതിൻ്റെ പോൾസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? -1ഉം അതുപോലെ -1ലായിരിക്കും നമ്മുടെ പോൾസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഒന്നുമില്ല, വളരെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതിയെടുക്കുകയാണ് നമ്മൾ. അതായത് നമുക്കറിയാം എന്താണ് 1 പ്ലസ് ജി ഓഫ് എക്സ് എച്ച് ഓഫ് എസ് അല്ലേ. ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ് 0 ആവുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ അത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പോൾസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തതെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ പോൾസ് വന്നിട്ട് എങ്ങനെയാണ് -1 and -1. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, question number 8.
8 ആണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 8 ക്യാരക്ടറിസ്റ്റിക് അതായത് ലൂപ്പ് നമ്മുടെ പോൾസ് കണ്ടുപിടിക്കുന്നതാണ് നമ്മളിപ്പോൾ നോക്കിയത്. നെക്സ്റ്റ് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 9 റേഞ്ച് ഓഫ് കെ ഫോർ സ്റ്റെബിലിറ്റി ഓഫ് ദ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം വിത്ത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ g of x is equal to k by s into s plus 1 s plus 2 and s plus 5 is. എന്താണ് നമ്മുടെ കെയിൻ്റെ വാല്യൂ റേഞ്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് കൂടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ് യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ കെയിൻ്റെ റേഞ്ച് ഏകദേശം എങ്ങനെയാണ്? ഓപ്ഷൻ എ 18.32 ലെസ് ദാൻ കെ ലെസ് ദാൻ 25.61. ഓപ്ഷൻ ബി 1.09 ലെസ് ദാൻ കെ ലെസ് ദാൻ 5.32. ഓപ്ഷൻ സി 11.96 ലെസ് ദാൻ കെ ലെസ് ദാൻ 15.39. ഓപ്ഷൻ ഡി എന്താണ് 0 ലെസ് ദാൻ കെ ലെസ് ദാൻ 19.69 ആണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിലും സെയിം എന്താണ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നെയാണ്. അതായത് 1 പ്ലസ് എന്താണ് g of x ഇൻറ്റു h of x. ഇവിടെ h of x എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇത് യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ആണ് അല്ലേ. അപ്പോൾ ആകെ എന്ത് മാത്രമേ ഉള്ളൂ? 1 പ്ലസ് g of x മാത്രമേ ഉള്ളൂ. അതിൽ തന്നിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുക? s ഇൻറ്റു എന്താണ് s പ്ലസ് 1, അതുകൂടാതെ എന്താണ് s പ്ലസ് 2, പിന്നെന്താ വരുന്നത് s പ്ലസ് 5 ഈക്വൽ ടു 0 എന്ന് എഴുതി കൂടെ എഴുതാം. അതിന് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? ഇതിനെ വീണ്ടും എഗെയിൻ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? s റൈസ് ടു 4 പ്ലസ് 8x ക്യൂബ് പ്ലസ് 17s സ്ക്വയർ പ്ലസ് 10s പ്ലസ് k ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ RH ക്രൈറ്റീരിയ വെച്ചിട്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നില്ല. കാരണം ഇതൊരു വലിയ ലോങ് ആയിട്ട് വരുന്ന പ്രോബ്ലം ആണ് അല്ലേ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ എന്താണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ? അതായത് ഞാൻ ഇപ്പോൾ തന്നിട്ടുള്ള s റൈസ് ടു 4 s³ പ്ലസ് 17s സ്ക്വയർ പ്ലസ് 10x പ്ലസ് k ഈക്വൽ ടു 0 ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മുടെ RH ക്രൈറ്റീരിയ വെച്ചിട്ട് എന്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യണം? RH ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കെയിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഏതാണ്? 0 ലെസ് ദാൻ കെ ലെസ് ദാൻ 19.69 കിട്ടും. ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. Question number 10. An op-amp has an output signal of 2 volts for an input of 50 millivolt. The voltage gain in dB is. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു ഓപ്പാമിൻ്റെ ആണ് അല്ലേ. ഓപ്പാമിന് എന്താണ് ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞാൽ 2 വോൾട്ട് ഉണ്ട്, അതുപോലെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 50 ഉണ്ട്. എന്നാൽ അതിൻ്റെ വോൾട്ടേജ് ഗെയിൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ 12 decibel, ഓപ്ഷൻ ബി 32 dB, ഓപ്ഷൻ സി 19 dB, ഓപ്ഷൻ ഡി 25 dB. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ചെയ്യാമെന്ന് നോക്കാം. ഇതിപ്പോൾ ഗെയിൻ കണ്ടുപിടിക്കണം ആദ്യം. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ ഗെയിൻ കണ്ടുപിടിക്കണം. ഗെയിൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്താണ് നമ്മുടെ ഗെയിൻ എന്ന് പറയുന്നത്? ഗെയിൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഗെയിൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് എന്ത് നമ്മുടെ ഗെയിൻ എന്ന് പറയുന്ന ആൾ അല്ലേ. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? 2 വോൾട്ട് തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വോൾട്ടാണ് തന്നിട്ടുണ്ട്. അതിനെ മില്ലി വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് വരുന്നത്? ഇതാണ് നമ്മുടെ ഗെയിൻ എന്ന് പറയുന്നത്. അതായത് എത്രയാണ് വരിക? ഗെയിൻ എന്ന് പറയുന്നത് 2 × 20 എത്ര വരും? 40 വരും നമ്മുടെ ഗെയിൻ എന്താണ് വന്നിട്ടുള്ളത്? 40 ആണ് നമ്മുടെ ഗെയിൻ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചത്? വോൾട്ടേജ് ഗെയിൻ ഇൻ ഡിബിയിലാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ ഇൻ ഡെസിബൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഗെയിൻ? നമുക്ക് എന്ത് കിട്ടി? ഗെയിൻ ഈക്വൽ ടു 40 കിട്ടി. അതിനെ ഡിബിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താണ്? ഗെയിൻ ഇൻ ഡെസിബൽ, ഗെയിൻ ഇൻ ഡിബിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ ഫോർമുല വന്നിട്ട്? 20 log ഗെയിൻ ആണ്. 20 log ഗെയിൻ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 20 log 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരിക? 32 dB എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. എത്രയാണ്? 32 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഓരോ പ്രോബ്ലത്തിലും നമുക്കറിയാം കൂടുതലും എന്താണ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളതൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കയ്യിൽ കിട്ടിയാലും അതിൽ തിയറിറ്റിക്കലായിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം അറ്റൻഡ് ചെയ്ത് പോവുക. കാരണം നമ്മൾ ലാസ്റ്റിലേക്ക് വെക്കും തോറും എന്താണ് നമ്മുടെ ടൈം കൺസ്യൂമിങ് വളരെ കുറഞ്ഞു പോകും അല്ലേ. ടൈം കൺസ്യൂം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടൈം വളരെ വലിയ പ്രോബ്ലംസ് ഒക്കെ ആദ്യം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സമയം പോവും, ലാസ്റ്റ് ഹറിബറി ആവും. അപ്പോൾ എല്ലാം നോക്കി ചെയ്യാം. അപ്പോൾ വരുന്ന എക്സാംസുകളിലെല്ലാം വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇതുപോലത്തെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ നന്നായി നോക്കുക, നന്നായി പഠിച്ചു പോവുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.